വാർത്തകൾ വിശദമായി. ഭൂമി നികത്താൻ ഉപയോഗിച്ച രാസമാലിന്യം നീക്കം ചെയ്യണമെന്ന് CPM. എറിയാട് പഞ്ചായത്തിലെ അഴീക്കോട് പ്രദേശത്തെ 12, 18, 19 വാർഡുകൾ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും നിലവിലുണ്ടായിരുന്ന തോടുകളും കുളങ്ങളും നികത്തുന്നതിന് അപകടകരമായ രാസമാലിന്യം ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. എടയാറിലെ ബിനാനി സിംഗ് എന്ന വ്യവസായ സ്ഥാപനത്തിൽ മാലിന്യമായി കോൺക്രീറ്റ് ടാങ്കുകളിൽ വർഷങ്ങളായി നിക്ഷേപിച്ചിരുന്ന രാസമാലിന്യമാണ് നിയമവിരുദ്ധമായി ഈ പ്രദേശങ്ങളിൽ ഭൂമി നികത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആഴ്സനിക്, സിങ്ക് തുടങ്ങിയ 16 രാസമൂലകങ്ങൾ അടങ്ങിയതാണ് കളിമണ്ണ് പോലെ തോന്നിപ്പിക്കുന്ന ഈ രാസമാലിന്യം. ഈ രാസമാലിന്യം മണ്ണിൽ കിനിഞ്ഞിറങ്ങി ഭൂഗർഭ ബലത്തിലെത്തിക്കഴിഞ്ഞാൽ വന്ധ്യത, കരൾ ക്യാൻസർ, ശ്വാസതടസ്സം തുടങ്ങി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഭൂ ഉടമകളും വിതരണ ഏജൻസികളും നടത്തുന്ന ഈ പ്രവർത്തനം ഈ നാടിന്റെയും ജനങ്ങളുടെയും നിലനിൽപ്പിന് ഭീഷണി ഉയർത്തുന്നതാണ്. ഈ വിഷമാലിന്യം തോടുകളിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി ചെമ്മീനും മറ്റു മത്സ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക് വലിയ ഭീഷണിയായി തീരും. കോഴി, താറാവ് തുടങ്ങിയ ജീവികൾക്കും അതിന്റെ മുട്ട, ഇറച്ചി എന്നിവ ഉപയോഗിക്കുന്ന മനുഷ്യർക്കും ഹാനികരമാകും. കൂടാതെ കുടിവെള്ളത്തിനു വേണ്ടി കുഴൽക്കിണറുകളെ ആശ്രയിക്കുന്ന ജനവിഭാഗത്തിന് ഇത് മാരകമായ അസുഖങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാൽ കുളങ്ങളും തോടുകളും നികത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ച അപകടകരമായ ഈ രാസമാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ജില്ലാ ഭരണകൂടത്തോടും സർക്കാരിനോടും CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ CPIM ഈ പ്രദേശത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. CPIM അഴീക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KA മുഹമ്മദ് റാഫി, ഏരിയ കമ്മിറ്റി അംഗം KS സതീഷ് മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇന്ദിര വിദ്യാധരൻ, CA നസീർ മാസ്റ്റർ, അഷ്റഫ് പൂവത്തിങ്കൽ തുടങ്ങിയവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. സൂക്ഷിച്ചിരുന്ന രാസമാലിന്യമാണ് ഈ പ്രദേശങ്ങളിൽ നികത്തുന്നതിനു വേണ്ടി ഭൂ ഉടമകളും വിതരണ ഏജൻസികളും ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും വിദഗ്ധർ ഇവിടെ ഇത് നികത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച കളിമണ്ണ് പോലെയുള്ള ഈ രാസപദാർത്ഥം പരിശോധിച്ചപ്പോൾ 16 അപകടകരമായ രാസമാലിന്യങ്ങൾ ഇതിൽ ഇടകലർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആഴ്സനിക്, സിങ്ക് പോലെയുള്ള 16 രാസമാലിന്യങ്ങൾ വെള്ളത്തിലൂടെ കിനിഞ്ഞിറങ്ങി ഈ നാട്ടിലെ കുടിവെള്ള സ്രോതസ്സിനായി ഏതെങ്കിലും മനുഷ്യർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളെല്ലാം തന്നെയും നിഷേധിക്കപ്പെടുന്ന തരത്തിലേക്ക് പോകുമെന്നുള്ളതാണ് കണ്ടെത്തിയത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന കോഴികളായാലും താറാവായാലും ചെറിയ മത്സ്യങ്ങളായാലും അതെല്ലാം തന്നെയും ഇനി മുതൽ ഉപയോഗശൂന്യമായി മാറുമെന്ന് കാണുന്നുണ്ട്. വലിയ അപകട സാധ്യതകളുള്ള മാലിന്യ പ്രശ്നമാണ് ഈ പ്രദേശത്ത് ഭൂവുടമകളുടെ ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, വിതരണ ഏജൻസികളുടെ ചെറിയ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് CPIM ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ജനവികാരത്തോടൊപ്പം നിൽക്കുവാനും അതിൻ്റെ മുൻപതിൽ നിന്ന് പ്രവർത്തിക്കുവാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് ആദ്യം ചില ആളുകളിൽ നിന്ന് ഒതുങ്ങിയ പ്രവർത്തനം ഇത് നാടൊന്നാകെ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഇത് നികത്തിയ ഭൂമി ഉടമയോടോ അല്ലെങ്കിൽ വിതരണം ചെയ്ത ഏജൻസിയോടുള്ളൊരു സമരമല്ല. ഈ നാടിൽ ഈ പറയുന്ന മെർക്കുറി അടക്കം, ലെഡ് അടക്കമുള്ള മറ്റേ കാഡ്മിയം, ക്രോമിയം അടക്കമുള്ള ഒരുപാട് മനുഷ്യന് ഹാനികരമായ ഒരുപാട് വസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിൻ്റെ റിപ്പോർട്ട് സഹിതമാണ് നമ്മുടെ ചാനലുകളിലെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നത്തെ എല്ലാ തരത്തിലുള്ള വിഭാഗീയ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും നാളെ നമ്മുടെ നാടിന് സൗകര്യമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭത്തിനാണ് തയ്യാറെടുക്കുന്നത്. അതിൽ ഇപ്പോൾ നിൽക്കുന്ന സമിതിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നല്ല പിന്തുണ നൽകുകൊണ്ട് അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിനുമാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഞായറാഴ്ച 5 മണിക്ക് ഈ പ്രദേശത്ത് വെച്ചുകൊണ്ട് തന്നെ അതിവിപുലമായ ജനകീയ സമിതി വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അവർ വെറുതെ സമരത്തിന് വന്നതല്ല. അവരിതിൻ്റെ പഠന റിപ്പോർട്ടുകൾ, ഇതിൻ്റെ കെമിക്കൽസിൻ്റെ റിപ്പോർട്ടുകൾ ഈ കാർഷിക സർവകലാശാലയിൽ, സർക്കാരിൻ്റെ ഇതിലുള്ള കാർഷിക സർവകലാശാലയിൽ ബന്ധപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെല്ലാം പരിശോധിച്ച റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പരസ്യമായിട്ടുള്ള സമരമുഖത്തേക്ക് ഇപ്പോൾ വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ജാതിമത വ്യത്യാസമന്യേ ഈ സമര ഭൂസംരക്ഷണ സമിതി അടക്കുന്ന ഈ സമര പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇന്നലെ കൂടിയ ലോക്കൽ കമ്മിറ്റി യോഗം ഇതിന് ശക്തമായ പിന്തുണ കൊടുക്കാനും നേതൃത്വം കൊടുക്കാനും ഭൂസംരക്ഷണ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കാനും ഉള്ള തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വരാൻ പോകുന്ന ദിവസം 12-ാം തീയതി നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിൽ ബഹുജന കൺവെൻഷനിൽ ഇവിടുത്തെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന കോഴിമുട്ടയും താറാമുട്ടയും നാടൻ കോഴിയിറച്ചിയും താറാവിറച്ചിയും പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അപകടകരമായ സ്ഥിതിയിലേക്ക് വരും. മറ്റൊന്ന് ഈ പ്രദേശത്ത് ഒരുപാട് തോടുകളുണ്ട്. ഈ തോടുകളിലേക്കാണ് ഇവിടെ നിന്ന് മഴ പെയ്ത് ഈ നികത്തിയ പ്രദേശത്തിലൂടെ ഒഴുകി വെള്ളത്തിൽ ലയിക്കുന്ന ഈ രാസമാലിന്യം നമ്മുടെ ചെമ്മീൻ അതേപോലെയുള്ള ചെറിയ മീനുകൾ നമ്മുടെ കായലിലുള്ള മീനുകളെല്ലാം തിന്നുന്നതിൻ്റെ ഭാഗമായി ഇത് നേരിട്ട് മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതുണ്ടാക്കാൻ പോകുന്ന ഭയാനകമായ സ്ഥിതിവിശേഷം വലിയ തോതിൽ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാത്തത്. ഇത് കേവലം കുറച്ച് മണ്ണിട്ട് നികത്തി എന്നതിൽ ഒതുങ്ങുന്നൊരു വിഷയമല്ല. ഇത് ഭാവി തലമുറയെ വളരെ വലിയ തോതിൽ നേരിടാൻ പോകുന്ന സംഗതിയാണ്. മറ്റൊന്ന് കടലടുത്തതായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തോട്ടിലെ മാലിന്യം കലർന്ന വെള്ളം അതിവേഗം കടലിലേക്ക് എത്തിച്ചേരുന്ന പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് അടിയന്തിരമായി ഈ രാസമാലിന്യം നീക്കാനുള്ള നടപടി സ്വീകരിക്കണം. രണ്ടാമത്തത് ഈ പ്രദേശത്തെ ഇപ്പോൾ നിലവിലുള്ള ഭൂമിയിലുള്ള വെള്ളം കൂടി പരിശോധിച്ച് വെള്ളത്തിൽ എത്രത്തോളം ഇത് കലർന്നിട്ടുണ്ട് എന്ന പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്.